9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ മോഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഗ്രാഫാണ് BT ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ അത് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് വേണ്ടി വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ആക്സിലറേറ്റഡ് ഒരു ബോഡി ആകാം, അല്ലെങ്കിൽ ഒരു റിട്ടാർഡേഷൻ കാണിക്കുന്ന ബോഡി ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കാം. അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ വേരിയബിൾ വെലോസിറ്റി എന്ന് പറയും അല്ലേ. ഇതിനൊക്കെ നമുക്ക് ഓരോ ഗ്രാഫ് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ബോഡിയുടെ ഗ്രാഫ് നോക്കാം. ഇവിടെ ടൈം എഗെയിൻ നമ്മൾ എക്സ് ആക്സിസിൽ ടൈം എടുത്തു, വൈ ആക്സിസിൽ വെലോസിറ്റി എടുത്തു. ഫസ്റ്റ് അവറിൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. ഫസ്റ്റ് ഇതാണ്. ഓക്കെ, സെക്കൻഡിൽ 40, തേർഡിൽ 40, ഫോർത്തിൽ 40, ഫിഫ്ത്തിൽ 40. അപ്പോൾ ഇതെന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ, അതായത് DT ഗ്രാഫിൽ പാരലൽ ആയാൽ അതെന്തായിരുന്നു? ബോഡി റെസ്റ്റ് ആയിരുന്നു അല്ലേ, അത് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ 0 ആണോ? അല്ല. പക്ഷേ ഇവിടെ എന്താണ്? കോൺസ്റ്റന്റ് വെലോസിറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് 40 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് മാറുന്നില്ല. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ആദ്യം നമുക്ക് പറയാം ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അത് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. കാരണം നമ്മൾ മനസ്സിലാക്കി വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടെ ഒരു ടൈം ലിമിറ്റ് T2നും T1, ഈ 5നും ഈ 2നും ഇടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ T2 മൈനസ് T1ഉം ഇതിൻ്റെ ഈ ഒരു ഹൈറ്റും അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ രണ്ട് പെർപെൻഡിക്കുലർ ഈ ഒരു ഗ്രാഫിലേക്ക് വരയ്ക്കുന്നു. അപ്പോൾ ഇതിനെ കവർ ചെയ്യുന്ന ഈ ഒരു ഏരിയയാണ് ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏരിയ ഓഫ് ദ VT ഗ്രാഫ് അണ്ടർ കൺസിഡറേഷൻ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് നമുക്ക് ടൈമിൻ്റെ വാല്യൂ തരും, ഇത് നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ തരും. അപ്പോൾ അത് ഈക്വൽ ടു ആക്ച്വലി ഏരിയ ഓഫ് ദിസ്. ഇതിങ്ങനെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഞാനിവിടെ A ആൻഡ് B എന്ന് 2 പോയിന്റ് ഇട്ടു, ഇവിടെ C ആൻഡ് D എന്നിട്ടാൽ AB അല്ല, ഇവിടെ DA വരുള്ളൂ അല്ലേ, ABCD. ഓക്കെ, ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? AB ഇൻറ്റു AD. അപ്പോൾ AB എന്ന് പറയുന്നത് എന്താണ്? T2 മൈനസ് AB ഇൻറ്റു AD ആണ് എനിക്ക് കിട്ടുന്നത്. AB എന്താണ്? T2 മൈനസ് T1. അതേസമയം AD എന്താണ്? ഇൻറ്റു 40 അല്ലേ, 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 5 മൈനസ് 2 ഇൻറ്റു 40, 3 ഇൻറ്റു 40 എത്ര കിട്ടി? 120 മീറ്റേഴ്സ് ആണ് ഇതിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്. VT ഗ്രാഫിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി. ഇനി വെലോസിറ്റി യൂണിഫോം ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഈ ചേഞ്ച് ഇൻ വെലോസിറ്റിയെ നമ്മൾ എന്ത് പറയും? ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ യൂണിഫോം ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫ് എന്ന് നമുക്ക് പറയാം. അതായത് ഇവിടെ തന്നിരിക്കുന്ന ടൈം 0 തുടങ്ങി 1 2 3 4 5 ആണ്. വെലോസിറ്റിയും 0 റെസ്റ്റ് ചെയ്ത് തുടങ്ങുകയാണ് 5 10 15 20 25. അത് ഞാനിങ്ങനെ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ 1ന് 5, 2ന് 10, 3ന് 15, 4ന് 20, 25. ഞാൻ ഇത് കണക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. നേരത്തെ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു, പക്ഷെ പാരലൽ ആയിരുന്നു. ഇത് മേക്കിംഗ് ആൻ ആംഗിൾ വിത്ത് എക്സ് ആക്സിസ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയാൽ ഇതിന് നമുക്ക് എന്ത് പറയാം? VT ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതെന്താണ്? കോൺസ്റ്റന്റ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മളതിനെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പക്ഷേ ഇത് നമുക്കറിയാം വെലോസിറ്റി കൂടി പോവുകയാണ്. 0 ആയിരുന്നു, 25ലേക്ക് എത്തി. അപ്പോൾ ഇതിനെ നമ്മൾ പോസിറ്റീവ് ആക്സിലറേഷൻ്റെ ഗ്രാഫായിട്ട് കണക്കാക്കാം. പക്ഷേ ഇപ്പോൾ ആദ്യം 25 ആയിരുന്നു, പിന്നെ 20, 15, 10 അങ്ങനെ കുറഞ്ഞു വന്നാലോ? അപ്പോൾ നമുക്കതിനെ റിട്ടാർഡേഷൻ്റെ ഗ്രാഫായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ VT ഗ്രാഫിൽ യൂണിഫോം ആക്സിലറേഷൻ കാണിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നമുക്ക് വെലോസിറ്റിയിലെ ചേഞ്ചും കണ്ടുപിടിക്കാം, ടൈമിലെ ചേഞ്ചും കണ്ടുപിടിക്കാം. അപ്പോൾ ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈമാണ് എന്ത്? ആക്സിലറേഷൻ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടൈം T2 എന്നും ഇതിനെ നമ്മൾ T1 എന്നും എടുത്തു വിചാരിക്കാം. അപ്പോൾ ഇവിടെ 2 പോയിന്റ്സ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യണേ, A ആൻഡ് മേ ബി ഇവിടെ B. ഓക്കെ, എനിക്ക് ഈ പോയിന്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് മനസ്സിലാക്കാം? എനിക്ക് ഡിസ്റ്റൻസ് ഇൻ വെലോസിറ്റി ഡിഫറൻസ് ഇൻ വെലോസിറ്റി ഡിഫറൻസ് ഇൻ ടൈമും ചെയ്താൽ എനിക്ക് ആക്സിലറേഷൻ കിട്ടും അല്ലേ. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന്
ഈ പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്കറിയാം 20 മൈനസ് 10 അതാണ് ഇതിന്റെ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത്. y ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x ആക്സിസിലുള്ള ക്വാണ്ടിറ്റി. അതായത് v2 ഇതിപ്പോൾ v2 v1 എന്ന് എടുത്താൽ v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. ഇവിടെ 20 ആയിരുന്നു, ഇവിടെ 10 ആണ് അല്ലേ. 20 മൈനസ് 10 അപ്പോൾ ഇവിടെ എത്രയാണ് 4 മൈനസ് 2. അപ്പോൾ എത്ര കിട്ടി 10/2 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിന്റെ ആക്സിലറേഷൻ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സ്ലോപ്പ് ഓഫ് എ വി ടി ഗ്രാഫ് നമുക്ക് എന്ത് തരും? ആക്സിലറേഷൻ്റെ റേറ്റ് തരും. ഒരു വി ടി ഗ്രാഫിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആക്സിലറേഷൻ കിട്ടും എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു വി ടി ഗ്രാഫിൻ്റെ ഏരിയ നോക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ഞാൻ കണക്ട് ചെയ്താൽ ഈ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ ഏരിയ. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ആണ്, അതേസമയം അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് തന്നെ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് എന്താണ്? t2 മൈനസ് t1 ടൈം ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഹൈറ്റ് ആണെങ്കിലോ v2 മൈനസ് v1 വെലോസിറ്റി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു വി ടി ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു മുമ്പ് പറഞ്ഞ ഗ്രാഫുകളിൽ റെസ്റ്റിൽ നിന്നാണ് ബോഡി സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഒറിജിനിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ആക്സിലറേഷനും നമ്മുടെ ഏരിയ എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റും ആണ്. ഇനി ഇതിലെങ്ങനെ കണ്ടുപിടിക്കാം? സ്ലോപ്പ് സെയിം ആയിരിക്കും. സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് മാറ്റമൊന്നുമില്ല. എ ബി എന്ന് 2 പോയിന്റ്സ് എടുത്തു, നമ്മളതിനെ എക്സ് ആക്സിലോട്ടും വൈ ആക്സിസിലോട്ടും കണക്ട് ചെയ്തു. ഈ ഒരു ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിഫറൻസ് അല്ലേ, വെലോസിറ്റി ഡിഫറൻസ് ബൈ ടൈം ഡിഫറൻസ് v മൈനസ് യു ബൈ ടി. അപ്പോൾ നമുക്കത് ആക്സിലറേഷൻ കിട്ടി. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഏരിയ ആണ് അല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്തിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യണം. ആദ്യം ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ പ്ലസ് ദെൻ നമുക്ക് ഈസി ആയിട്ട് ഈ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാം അല്ലേ. ഇത് രണ്ടും കൂടെ ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി മറ്റൊരു കേസിൽ 2 ഗ്രാഫ് ഇങ്ങനെ തരാം, എയും ബിയും. ഓക്കെ, ഇതിൽ ഏതിനാണ് ആക്സിലറേഷൻ കൂടുതലെന്ന് ചോദിക്കാം. അപ്പം നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് തന്നെ വിയും ടിയും ഇത് തമ്മിലുള്ള സ്ലോപ്പ് ആണെന്ന് പറഞ്ഞല്ലേ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എമൗണ്ട് ഓഫ് ദ വൈ ആക്സിസ് ബൈ എമൗണ്ട് ഓഫ് ദ എക്സ് ആക്സിസ്. അപ്പോൾ സ്ലോപ്പ് എപ്പോഴും കൂടുതൽ സ്റ്റീപ്പ് ആയിട്ടുള്ളതിനായിരിക്കും. അതായത് വൈ ആക്സിസിനോട് ചേർന്ന് നിൽക്കുന്നതിനായിരിക്കും കൂടുതൽ സ്ലോപ്പ് ഉണ്ടായിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം എ ആണ് വൈ ആക്സിസിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ എക്ക് ആയിരിക്കും കൂടുതൽ ആക്സിലറേഷൻ. ഈ സ്ലോപ്പ് കാണുന്ന എല്ലാ ചോദ്യത്തിലും ഇങ്ങനെയാണ്. അടുത്ത വർഷം നിങ്ങൾ 10th ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിക്കും. അവിടെയും ഇത് തന്നെ ഓർത്ത് വയ്ക്കുക. വൈ ആക്സിസിനോട് ചേർന്ന് നിൽക്കുന്നതിനായിരിക്കും എപ്പോഴും സ്ലോപ്പ് കൂടുതൽ. ഞാൻ പഠിപ്പിച്ച പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.